നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുക. നിങ്ങളുമായി ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഈ വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായി പോകുന്നത്. വളരെ പോസിറ്റീവോടുകൂടിയും മനഃശുദ്ധിയോടുകൂടിയും ഇരിക്കുവാനായി ശ്രമിക്കുക. നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കരുത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിക്കുക. ആ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ മന്ത്രിക്കുക, അല്ലെങ്കിൽ ചുണ്ടുകൾ കൊണ്ട് ഉരുവിടുക. അതിനുശേഷം ഈ വായന കാണുക. നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്, ഏതൊക്കെ ദുർഘടം പിടിച്ച സാഹചര്യത്തിലൂടെ നിങ്ങൾ 2 പേരും കടന്നു പോയാലും വീണ്ടും ഒന്നിക്കണം, വീണ്ടും പഴയതുപോലെ തിരിച്ചു വരണം, വീണ്ടും പഴയതുപോലെ കമിതാക്കളാകണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാകണം, അല്ലെങ്കിൽ പ്രണയിതാക്കളാകണം. ഈ ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് എപ്പോഴും ഉള്ളത്. ഓരോ തല്ലുപിടുത്തവും അതുപോലെ ഓരോ മോശപ്പെട്ട സാഹചര്യങ്ങളും നിങ്ങൾക്കിടയിൽ വന്നു ചേരുമ്പോൾ നിങ്ങൾ 2 പേരും പരസ്പരം ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകാം, ഇതോടുകൂടി അവസാനിച്ചു, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തോടുകൂടി ഈ ഒരു ബന്ധം അവസാനിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇനി ഇതിനൊരു റിയൂണിയൻ പോസിബിൾ ആകുന്ന കാര്യം സംശയമാണ്. ഇത് പോസിബിൾ ആവുന്നതായിട്ട് കാണിക്കുന്നില്ല എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ 2 പേരും വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആഴ്ചകളോളം, ദിവസങ്ങളോളം ചിലപ്പോൾ മിണ്ടാതെയും ഇരിക്കാം. പക്ഷേ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വളരെ വേഗതയേറിയ രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഈ പേഴ്സൺ കടന്നു വരുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വേഗം കടന്നു ചെല്ലുന്നത്. അപ്പോൾ റിയൂണിയൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മുകളിലിരിക്കുന്ന 3 കാർഡ്സ്, മെയിൻ ആയിട്ടുള്ള 3 കാർഡ്സിന്റെ ആണെങ്കിൽ കൂടി ആദ്യത്തെ കാർഡ് ന്യൂ ബിഗിനിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത്, പുതിയ തുടക്കങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് കാർഡ്സിലൂടെയും ഫുൾ കാർഡ് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ തുടക്കം ഇനിയും ഇനിയും വേണം എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സന്റെയും നിങ്ങളുടെയും ആഴമേറിയ ചിന്ത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വിവാഹം ചെയ്യാനിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ കമിതാക്കളാണെങ്കിൽ പോലും, നിങ്ങളെ കൂടെ കൂട്ടണം, അല്ലെങ്കിൽ ഈ വ്യക്തിയായിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകണം, ഒരുമിച്ച് യാത്ര ചെയ്യണം, ഒരുമിച്ച് 2 പേർക്കും ഒരുമിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിക്കണം എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 പേർക്കും സ്നേഹിക്കാനും നിങ്ങളുടെ പ്രൈവസിക്കും വേണ്ടിയിട്ട് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഒരുമിച്ച് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാം, സേഫ് ആയിട്ട് ജീവിക്കാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പദ്ധതി ഇടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ അങ്ങനെയൊരു സന്തോഷ വാർത്ത നിങ്ങളുടെ ചെവികളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ ഒരു സമയം ടൈം പാസിന് വേണ്ടിയിട്ടോ, അതായത് കേവലം ഒരു സുഖത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ടാർഗറ്റ് ചെയ്ത് അതിനുവേണ്ടി മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടോ നമുക്ക് ഈ ഒരു സ്പ്രെഡ് കണ്ടിട്ട് കാണാൻ സാധിക്കുന്നില്ല. വളരെയധികം കാര്യക്ഷമതയും നിങ്ങളോട് അത്രത്തോളം അറ്റാച്ച്മെന്റും അത്രത്തോളം സിൻസിയർ ആയിട്ടുള്ള ഒരു ഫീലിങ്സുമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളെ പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോഴും, നിങ്ങളെ കല്യാണം കഴിച്ചപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹാഭ്യർത്ഥനകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ വ്യക്തിക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്.
ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. ധാരാളം ഓപ്ഷൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും തന്നെ സ്യൂട്ട് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഒത്തുപോവുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഈ വ്യക്തിയും നിങ്ങളും പണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതൊരു സാഹചര്യത്തിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ആശ്വാസം ഏറുന്ന അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന രീതിയിൽ ഒരു പേഴ്സൺ ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയാണ്. ഈ വ്യക്തിക്കും തിരിച്ചു നിങ്ങളോടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ പലതരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ചധികം കഷ്ടപ്പെടേണ്ട, അല്ലെങ്കിൽ കുറച്ചധികം സ്ട്രഗിൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കാരണമോ അവരുടെ ശക്തമായ സാന്നിധ്യം കാരണമോ ഈ വ്യക്തി ചില സമയങ്ങളിൽ മൗനം പാലിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഹാപ്പി സക്സസും 10 ഓഫ് കപ്സുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുമായി ഒരു കുടുംബവും ഒക്കെയായി ജീവിക്കുന്നതാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിത്രം എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ ഈ വ്യക്തി പുറത്തേക്ക് പോകുമ്പോൾ, മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ, വേറെ ആളുകൾ, വേറെ വ്യക്തികൾ ഫാമിലി ആയിട്ട് പോകുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് നടന്നു പോകുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഈ വ്യക്തി അങ്ങനെ നടന്നു പോകുന്നതായിട്ടാണ് മനസ്സിൽ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ പവറാണ് ഈ വ്യക്തിക്കുള്ളത്. ചെറുപ്പകാലം തൊട്ട് തന്നെ ഒരു പക്ഷേ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ഒരു ചരിത്രമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിശബ്ദമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ തക്കതായ അതിൻ്റെതായിട്ടുള്ള കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരിക്കലും സെപ്പറേറ്റഡ് ആയി പോകണമെന്നോ അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന സെപ്പറേഷൻ പീരീഡ് അതിനെ മുറിച്ച് കടക്കാതെ, അതായത് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു റിയൂണിയൻ സംഭവിപ്പിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ഈ പേഴ്സൺ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എന്തോ ഒരു കൃത്യമായ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം കെയർഫുൾ ആയിട്ടാണ്, വളരെയധികം സൂക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എടുത്തു ചാടി ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ആക്ഷനും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കാരണം അതൊരു പക്ഷേ മണ്ടത്തരമാകാനോ തെറ്റുകൾ സംഭവിക്കാനോ ഉള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് ഇപ്പോൾ പല തെറ്റിദ്ധാരണകളും ധരിച്ചു വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നോ, അല്ലെങ്കിൽ എത്രത്തോളം യാചിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് പോലും ഇപ്പോഴായിരിക്കുന്ന സെപ്പറേഷൻ പീരീഡിനെ മറികടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കൂടിയിട്ടുണ്ടാകാം. പക്ഷേ ഈ വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾ പരിപൂർണമായി അറിഞ്ഞിട്ട് വേണം ഈ വ്യക്തിയെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ കുറ്റം വിധിക്കാനും. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും പറയാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിലും നിങ്ങളുടെ രണ്ടുപേരുടെയും സോളുകൾ തമ്മിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചധികം വ്യക്തികളാണെങ്കിൽ പോലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ നമുക്കിവിടെ തീർത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഒരുപക്ഷെ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള മോശപ്പെട്ട കർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ പിറവിയെടുത്തപ്പോൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ തൊട്ടുള്ള നിങ്ങളുടെ ഈ ഒരു നിമിഷം വരെയുള്ള ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് എന്തെങ്കിലും മോശപ്പെട്ട എനർജികൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് രണ്ടു പേർക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ഹീലാകേണ്ട ആവശ്യകതയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണങ്ങിയാലാണ് അത് നമ്മുടെ ശരീരത്തിന് നല്ലത്, അല്ലേ? അത് ഒരിക്കലും ഉണക്കാതെ അങ്ങനെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു വ്രണമായി മാറും. പിന്നീട് ആ ഭാഗം മുറിച്ചു കളയേണ്ടി വരും. അത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും സോളുകളിൽ ബാധിച്ചിട്ടുള്ള പല നെഗറ്റീവ് എനർജീസ് ഉണ്ട്. അത് ഇപ്പോഴും ഹീലാവാതെ കിടക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് തീർത്തും നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിലും നമുക്ക് യൂണിവേഴ്സിന്റെ മെസ്സേജായി ലഭിക്കുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ
പ്രാർത്ഥനകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങാതെ ചെയ്യാനും അതിലേക്ക് കൂടുതൽ ഡെഡിക്കേഷൻ കൊടുക്കാനും ശ്രമിക്കണം. കാരണം തീർത്തും അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി നിങ്ങൾ യൂണിവേഴ്സിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കാരണം പല കാര്യങ്ങളും ഹീലായി പോകേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അത് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് കളയുകയോ ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പുറത്തേക്ക് ആ ഒരു ഭാരം ഇറക്കി വെക്കണം, അത് റിലീസ് ചെയ്യണം എന്നുള്ളതും കൂടിയുള്ള ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നോ കോണ്ടാക്ട് അല്ലെങ്കിൽ സെപ്പറേഷൻ പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ കുറച്ചധികം വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ ഓൾറെഡി നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെയധികം സ്മൂത്ത് ഗോയിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട്, ഒരു സന്തോഷ വാർത്ത പോലെ വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയത്തിൽ നിന്നും കല്യാണത്തിലേക്കുള്ള ഒരു പ്രമോഷൻ ആയിരിക്കാം, ഒരു സന്തോഷ വാർത്തയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തോ ഒരു ട്രാവലിങ്ങോ ഒരു യാത്രയോ അങ്ങനെ എന്തൊക്കെയോ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം ഇപ്പൊ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് നമുക്ക് കാർഡ്സ് നോക്കിയിട്ട് പറയുവാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുമായിട്ടുള്ള ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അത് 2 സ്റ്റെപ്പ് പുറകിലേക്ക് വെക്കുന്നത് തീർത്തും ഈ വ്യക്തിക്ക് വളരെയധികം വിജയകരമായി മുന്നോട്ട് നീങ്ങുവാൻ തന്നെയാണ്. അത് മനസ്സിലാക്കുക. ഒരിക്കലും ഇവിടെ ഒരിക്കലും ഈ ഒരു കണക്ഷൻ ഒരിക്കലും നിലംപതിച്ചു പോകില്ല. ഇതിങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് കിടക്കുന്ന ഒരു എനർജിയാണ്, കണ്ടിന്യൂഷൻ ആയിട്ട് കിടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതൊരിക്കലും എവിടെയും നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഇത് നിർത്തിപ്പോണം എന്ന് വിചാരിച്ചാലും പണ്ടത്തേക്കാൾ കൂടുതൽ ഉഷാറായിട്ടായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും ഇവിടെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു സ്നേഹത്തിന് ഒരു തടസ്സമല്ല. അത് ചില സമയങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ താമസങ്ങളോ ബ്രേക്കേജസ് സൃഷ്ടിച്ചേക്കാം. പക്ഷേ അത് താൽക്കാലികം മാത്രം. അത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കണ്ടിന്യൂസനായിട്ടുള്ള ഒരു അൺലിമിറ്റഡ് ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർത്തും നിങ്ങളുടെ സോൾ വളരെയധികം ശുദ്ധീകരിച്ചു വെക്കണം. മോശം ചിന്തകളൊന്നും ചിന്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുക, സ്വയം കുറ്റം വിചാരിക്കുക, അങ്ങനെയൊന്നും നിൽക്കരുത്. മനസ്സെപ്പോഴും സോള് പ്യൂരിഫൈ ആക്കിയിട്ട് വെക്കുക. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ തുടക്കത്തിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.